ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹ്യൂസങ്ങാണ് അപ്പാർട്ട്മെന്റിന്റെ ഓണർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഹ്യൂജിന്. തേങ്ങാണെങ്കിൽ വാതിൽ തുറക്കാനായിട്ട് പോകുമ്പോൾ ഇവള് സമ്മതിക്കത്തില്ല. അവന്റെ റൂമിലോട്ട് പോകാനായിട്ട് പറഞ്ഞിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട് അങ്ങോട്ടേക്ക് പോകും. 10 മിനിറ്റ് ഇതിനകത്ത് ഒന്ന് മിണ്ടാതെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് അവൾ പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് കുഞ്ഞിന്റെ ഫോട്ടോസ് എല്ലാം അവിടുന്ന് മാറ്റും, ടോയ്സും ഡ്രസ്സും എല്ലാം ഒരുവിധം എടുത്ത് മാറ്റിയതിന് ശേഷമാണ് വാതിൽ തുറക്കാനായിട്ട് പോകുന്നത്. ഇതെല്ലാം തേങ്ങ ഒളിഞ്ഞു ഒന്ന് കാണുന്നുണ്ട്. അകത്തേക്ക് തന്നെ ഹ്യൂജിനെ കണ്ട് സർപ്രൈസ്ഡ് ആവും. അന്ന് രാത്രി മഴയുള്ള ദിവസം ഹ്യൂജിനെ കാറിൽ കൊണ്ടുവിട്ടത് യൂസങ്ങാണെന്ന് ടേങ് തിരിച്ചറിയും. പേര് വിളിച്ച് ഹ്യൂജിൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അവർ കോളേജിൽ ഒന്നിച്ച് പഠിച്ച ഫോട്ടോസ് ഒക്കെ കണ്ടതും അവന് ഓർമ്മ വരും. അത് അവളുടെ ഫസ്റ്റ് ലവ് ആണെന്ന് ടേങ് തിരിച്ചറിയും. അവനാണെങ്കിൽ ഇതെല്ലാം ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അവനിതൊന്നും ഇഷ്ടപ്പെടുന്നുമില്ല. അന്നേരമാണ് താഴെ കിടക്കുന്ന ബൂജുവിന്റെ ബണ്ണി ഇവൻ കാണുന്നത്. ഇത് എന്താണെന്ന് പറഞ്ഞ് അവനത് എടുക്കുമ്പോൾ കുഞ്ഞ് അതെന്റെ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടും. അത് കണ്ട് കുഞ്ഞിനെ പിടിക്കാനായിട്ട് തേങ്ങ ചെല്ലുമ്പോഴത്തേക്കും അവിടെ കിടക്കുന്ന ടോയ് തട്ടി അവൻ അവരുടെ ഫ്രണ്ടിൽ ഉരുണ്ടടിച്ച് വീഴും. അങ്ങനെ ആകെ പ്രശ്നമാവും. ഈ സംഭവവികാസങ്ങളൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് യൂസങ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവന് മനസ്സിലാകുന്നില്ല. നമുക്ക് പുറത്തു പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഹ്യൂജിൻ അവനെ വിളിച്ച് പുറത്തേക്ക് പോകും. നാണക്കേട് കാരണം എന്ത് ചെയ്യണം എന്നറിയത്തില്ല ടേങ്ങിന്. കാര്യങ്ങളെല്ലാം യൂസങ്ങിന്റെ അടുത്ത് തുറന്നു പറയും. അവൾ എവിടെയാണ് താമസിക്കുന്നതിനെ കുറിച്ച് കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് അപ്പോളജൈസ് ചെയ്യുകയും ചെയ്യും. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സ്വാഭാവികമായും ഇടയ്ക്കൊരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കാം അങ്ങനെ കള്ളം പറഞ്ഞതെന്ന് അവൻ സമാധാനിക്കും. എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേണ്ട, ടേങ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നങ്ങളില്ല എന്ന് അവൾ പറയും. വാങ്ങിക്കൊണ്ട് വന്ന ഫുഡ് പുറത്തെടുത്ത് വെച്ചേക്കുമായിരുന്നല്ലോ, അതിൽ തട്ടിയിട്ടാണ് ഇവൻ വീഴുന്നത്. ഒരു ബോക്സ് താഴെ പോയി അവിടെ എല്ലാം ആയിട്ടുണ്ട്. യൂജിൻ തിരിച്ചു വരുമ്പോൾ ടേങ് അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് യൂസങ്ങിനെ കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൾ അപ്പോളജൈസ് ചെയ്യും. എന്നാൽ ഇവനാണെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കും. ഞാൻ അപ്പോളജൈസ് ചെയ്യുമ്പോൾ എന്താണ് മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവന് ദേഷ്യം വരും. ഇയാൾ എന്ത് കാര്യത്തിനാണ് അപ്പോളജൈസ് ചെയ്യുന്നത്? എന്നെ ബൂജുവിനെ രാവിലെ റൂമിലിട്ട് പൂട്ടിയതുകൊണ്ടോ? അതോ ടീം ലീഡർ വന്നപ്പോൾ ഇയാൾക്ക് നേരെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റാഞ്ഞതുകൊണ്ടോ? അതോ കഴിഞ്ഞ ദിവസം ബൂജു ഹോസ്പിറ്റലിലായപ്പോൾ ഇയാൾക്ക് നേരത്തെ അങ്ങോട്ടേക്ക് എത്താൻ പറ്റാഞ്ഞതുകൊണ്ടോ? അന്നേരം ഇയാളുടെ ഫസ്റ്റ് ലവിന്റെ കൂടെ കറങ്ങാൻ പോയേക്കുമല്ലായിരുന്നോ എന്നൊക്കെ ഇവൻ അർത്ഥം വെച്ച് ചോദിക്കും. കഴിഞ്ഞ ദിവസം അതെല്ലാം സംഭവിച്ചത് എനിക്ക് ജോലി ഉണ്ടായിരുന്നു എത്ര വർഷം പറയണമെന്ന് യൂജിൻ ചോദിക്കുമ്പോഴത്തേക്കിനും പൂജയുടെ കാര്യം പറയാനായിട്ട് ഇയാൾക്ക് നാണക്കേടാണോ എന്ന് അവൻ ചോദിക്കും. പൂജുവിനെ പറ്റി പറയുന്നില്ല, എനിക്ക് യാതൊരു നാണക്കേടും ഇല്ല എന്ന് അവൾ പറയുമ്പോഴത്തേക്കും പിന്നെ എന്നെ കുറിച്ച് പറയുന്നതിലാണോ ഇയാൾക്ക് നാണക്കേടെന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ അവൾക്ക് പിന്നെയും ദേഷ്യം വരും. ഇയാൾ എന്തിനാണ് ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ ട്വിസ്റ്റ് ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവൻ ദേഷ്യത്തില് അകത്ത് കയറി വാതിലടയ്ക്കും. ഇവള് വീണിട്ടും നോക്കാതെ പോയി എന്നുള്ള ദേഷ്യം എല്ലാം അവനുണ്ട്. ഇവള് ഇതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇയാൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റുമോ എന്നൊക്കെ. ഇവൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. അത് നോക്കുമ്പോഴത്തേക്കും ഇവന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. അവൻ ഫ്രണ്ട്സിന്റെ അടുത്ത് പൂജുവിനെ കൊണ്ടുവരും. രാവിലത്തെ ദേഷ്യവും സങ്കടവും ഒന്നും അവന് മാറിയിട്ടില്ല. ഇവന് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. റീസൺ ചോദിച്ചിട്ട് അവൻ പറയുന്നുമില്ല. അന്നത്തെ ദിവസം എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് അവർക്ക് സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. രണ്ടുപേരും ഒരു പ്രശ്നമില്ലാതെ ഒരുമിച്ച് താമസിച്ചുകൊണ്ട് പോവുകയാണെന്ന് വിചാരിച്ചു എന്ന് അവർ പറയുന്നുണ്ടേ. അങ്ങനൊന്നും അല്ല, എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ വീടിന്റെ പണി തീർത്ത് അങ്ങോട്ടേക്ക് താമസം മാറണം, ഇല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ നടക്കേണ്ടി വരും. ഞാൻ ആ പെൺകുട്ടിയുടെ ഫസ്റ്റ് ലവിനെ തന്നെ മീറ്റ് ചെയ്യേണ്ടി വന്നു എന്ന് ഇവൻ പറയുമ്പോഴത്തേക്കിനും അസൂയാണ് ഇവന്റെ പ്രശ്നം എന്ന് അവർക്ക് മനസ്സിലാവും. കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അറിയും. റൂമിലിട്ട് പൂട്ടാൻ നോക്കിയതിന് ആർക്കായാലും ദേഷ്യം തോന്നും. പക്ഷെ ഇത്രയ്ക്കും ദേഷ്യം കാണിക്കേണ്ട ആവശ്യമില്ല. നീ അപ്പോളജൈസ് ചെയ്യാനായിട്ട് ശ്രമിച്ചോളൂ. ഇനി എങ്ങാനും ടേങ്ങിന് നിന്നെ ഇഷ്ടമാണോ എന്ന് സേവൺ ചോദിക്കുമ്പോഴത്തേക്കിനും അങ്ങനെയൊന്നും ഇല്ലാതെ എത്ര പ്രാവശ്യം ഞാൻ പറയണമെന്ന് അവൾ തിരിച്ചു ചോദിക്കും. അതിനുശേഷം ഇവള് ഓഫീസിലേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ യൂസങ് അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ യൂസങ്ങിനെയും ഒളിച്ചു നിൽക്കേണ്ട അവസ്ഥയാണ്. യൂസങ് ടീം ലീഡർ ആയതുകൊണ്ട് തന്നെ എപ്പോഴും അവനെ ഒളിച്ച് നടക്കാനും പറ്റത്തില്ല. മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവളുടെ ആദ്യത്തെ പ്രപ്പോസൽ കമ്പനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇതും അവൾ തന്നെ ഹാൻഡിൽ ചെയ്യണമെന്ന് യൂസങ് അവളെ വിളിച്ച് പറയും. അവൾ ഓക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടുന്ന് പോകും. അത് യൂസങ് ശ്രദ്ധിക്കുന്നുണ്ട്. എമിച്ചുവിന്റെ അസിസ്റ്റന്റ് ആയിട്ട് കൂടെ നടന്നുകൊണ്ടിരുന്നത് ഹസ്ബൻഡാണ്. അസിസ്റ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് ടേങ്ങിനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് പോവുകയാണെന്ന് കേൾക്കുമ്പോൾ അയാൾക്ക് അത്ഭുതമാണ്. ഈ 20 വർഷം ഞാൻ കൂടെ ഉണ്ടായിട്ട് ഒരിക്കൽ പോലും എന്റെ പേരെങ്ങും മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ശരി, എനിക്ക് ഡിവോഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ കാര്യം എന്തായും ചോദിക്കും. അയാൾക്ക് കുറെ കണ്ടീഷൻസ് ഉണ്ട്, അസറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യണം എന്നൊക്കെ. അതുകൊണ്ടാണ് താമസിക്കുന്നതെന്ന് എമിച്ചു പറയും. ഇവർ ഒന്നിച്ചൊരു പപ്പിയെ വളർത്തുന്നുണ്ട്. അതിനെ കാണാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും എമിച്ചു ഡിവോഴ്സ് പേപ്പേഴ്സ് ഒപ്പിടാമെന്ന് സമ്മതിക്കും. സത്യം പറഞ്ഞാൽ അയാൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. അയാൾക്ക് ഡിവോഴ്സിന് വലിയ താല്പര്യമൊന്നുമില്ല. ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെയാണ് ടേങ് അവിടേക്ക് വരുന്നത്. ഇയാൾ എന്താ ഫോട്ടോ പ്രിന്റ് എടുത്ത് തന്നിട്ട് പോകാഞ്ഞെന്ന് എമിച്ചുവിന്റെ മെസ്സേജ് കാണുന്നതുകൊണ്ടാണ് അവൻ ഓർക്കുന്നത്. അങ്ങനെയാണ് കാണാനായിട്ട് വരുന്നത്. ഇയാളെ ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ, ഫോട്ടോസ് ഒക്കെ ഞാൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടി വന്നല്ലോ എന്ന് അവർ ചോദിക്കും. ഇവൻ അപ്പോളജൈസ് ചെയ്യും. ഇന്ന് എന്താ കുട്ടിയെ കൊണ്ടുവരാൻ ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് വിട്ടിട്ടാണ് വന്നതെന്ന് പറയും. ഇയാളെടുത്ത ഫോട്ടോസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, എസ്പെഷ്യലി ഈ കുഞ്ഞിന്റെ ഈ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് അവരെ ഫോട്ടോ കാണിക്കും. ഈ ഫോട്ടോ കാരണമാണ് ഞാൻ ഇയാളെ ഹയർ ചെയ്യുന്നതെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവന് സന്തോഷം തോന്നും. അപ്പൊ ആ ക്യാമറയിൽ ഓൾറെഡി അവൻ
ഹ്യൂജിനെയും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ പെൺകുട്ടി ആരാണ്? ഇയാളുടെ വൈഫാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാന്ന് പറയും. ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുമ്പോഴും അതൊരിക്കലും അല്ലാന്ന് പറയും. അതിനിത്ര സ്ട്രോങ് ആയിട്ട് ഡിനൈ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ടെന്നാണ് അർത്ഥം എന്ന് എമിച്ചു എൻ്റെ അടുത്ത് പറയും. ക്യാമറയുടെ ലെൻസ് ഒരിക്കലും കള്ളം പറയത്തില്ല. നമ്മളുടെ ഇമോഷൻസ് ആണ് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് കൂടി എക്സ്പ്രസ് ചെയ്യുന്നത്. ഇയാളുടെ മനസ്സിൽ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും നല്ല ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് എമിച്ചു അവൻ്റെ അടുത്ത് പറയും. എന്നിട്ട് കുറെ പ്രപ്പോസൽസ് അവന്റെ ഫ്രണ്ടിലേക്ക് നീക്കി വെക്കും. ഇത് ക്ലയൻസ് തന്ന കുറെ പ്രപ്പോസൽസ് ആണ്. ഇതിൽ നോക്കിയിട്ട് ഏത് വേണമെന്ന് ഇയാൾക്ക് ചൂസ് ചെയ്യാം. ഇയാളുടെ ആദ്യത്തെ വർക്ക് നോക്കിയതിന് ശേഷം മാത്രമേ പേ എന്താണെന്ന് ഞാൻ ഡിസൈഡ് ചെയ്യത്തുള്ളൂ എന്ന് പറയും. ഓൾറെഡി അവനെ അസിസ്റ്റന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തു എന്ന് അവൻ അന്നേരം മനസ്സിലാവും. വീട്ടിലേക്ക് വരുമ്പോഴും എമിച്ചു ഹ്യൂജിന്റെ ഫോട്ടോസ് നോക്കിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് അവന്റെ ഉള്ളില്. എന്തായാലും ആ കുട്ടിയെ എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിൽ പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് അവൻ വരുന്നത്. പക്ഷെ രണ്ടുപേരും വഴക്കുണ്ടാക്കിയിട്ട് ഇരിക്കുകയാണല്ലോ, അതെന്തായാലും സോൾവ് ചെയ്യണം. ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുകയല്ലേ, അതിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് അവൻ ആലോചിക്കും. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഹ്യൂജിന്റെ മനസ്സിൽ എങ്ങനെയാണ് വഴക്ക് പറഞ്ഞ് തീർക്കുക എന്നുള്ള ചിന്തയാണ്. അവരുടെ നെയ്ബറിനെ അപ്പോൾ വഴിയിൽ വെച്ച് കാണാം. അടുത്ത ദിവസം ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോകുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ വരുന്നുണ്ടോ, കുട്ടികളൊക്കെ ഒന്നിച്ച് കളിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കിനും അവർക്ക് അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നിയിട്ട് വീട്ടിൽ വന്നിട്ട് കുഞ്ഞിന്റെ ഡ്രസ്സെല്ലാം അടുക്കി വെക്കും. നോക്കുമ്പോൾ ഇവൻ റൂം അടച്ച് അകത്ത് തന്നെ ഇരിക്കുകയാണ്. നാളെ അവധി ദിവസമല്ലേ, ഞങ്ങൾ രണ്ടുപേരും കൂടി ക്യാമ്പിങ്ങിന് പോകുന്നുണ്ട്, ഞങ്ങളുടെ കൂടെ വരാൻ താല്പര്യമുണ്ടോ എന്ന് ഹ്യൂജൻ ചെന്ന് അവൻ്റെ അടുത്ത് ചോദിക്കും. എന്താ ഇത്ര പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നൽ എന്ന് അവൻ ചോദിക്കുന്നതന്നെ പുറത്തൊക്കെ പോകുന്നത് കുഞ്ഞിനെ നല്ലതാണെന്ന് ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതും ഒന്നും നിർബന്ധിക്കാതെ അവൻ സമ്മതിക്കും. പക്ഷെ പിറ്റേ ദിവസം ചെല്ലുന്നതന്നെയാണ് ഇവർ മൂന്നുപേരും ഒറ്റയ്ക്കല്ല, വേറൊരു ഫാമിലി കൂടി കൂടെയുണ്ട്, അവർക്കൊരു 3-4 കുട്ടികളുണ്ടെന്നൊക്കെ ഇവന് മനസ്സിലാവുന്നത്. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും ബഹളമാണ്. ഇവൻ അതിന്റെ ഇടയ്ക്ക് പെട്ടുപോയ അവസ്ഥയാവും. അവിടെ ചെന്ന് ടെന്റ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഇവന് പറ്റുന്നില്ല. നെയ്ബർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു കഴിയും. ഹെൽപ്പ് വേണോന്നൊന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഇവനത് ഈഗോ പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ വേണ്ട വേണ്ട എനിക്കിത് ചെയ്യാനായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് അയാളെ പറഞ്ഞു വിടും. അവസാനം കഷ്ടപ്പെട്ട് ടെന്റൊക്കെ നേരെയാക്കി വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ കുട്ടികൾ വന്നിട്ട് ഇതെല്ലാം കൂടെ തട്ടിമറിച്ച് താഴെ ഇടും. അങ്ങനെ വീണ്ടും ഇവന് ഒന്നേന്നെല്ലാം ചെയ്യേണ്ടി വരും. ആകെ ടയേർഡായിട്ട് ഇരിക്കുമ്പോഴത്തേക്കിനും ക്യാമ്പിങ് എനിക്ക് ഇഷ്ടമല്ല എന്ന് അവൻ ഹ്യൂജിന്റെ അടുത്ത് പറയും. കാരണം ഇത്രയും ജോലി ചെയ്യണമല്ലോ. പക്ഷെ കുഞ്ഞിനെ നോക്കുമ്പോൾ കുട്ടികളുടെ കൂടെയൊക്കെ കളിച്ച് നല്ല സന്തോഷമായിട്ടിരിക്കുകയാണ്. വന്നത് നന്നായി എന്ന് രണ്ടുപേർക്കും തോന്നും. ഹ്യൂജിന്റെ അടുത്ത് ടേങ് അപ്പോളജൈസ് ചെയ്യാനായിട്ട് പോകുന്നതുകൊണ്ടാണ് കുഞ്ഞിന്റെ ഡയപ്പർ മാറ്റണമെന്ന് ഒരു കുട്ടി വന്ന് പറയുന്നത്. അങ്ങനെ അവൾ അതിന് വേണ്ടിയിട്ട് പോകും. കൂട്ടത്തിലുള്ള ഒരു കുട്ടി ടേങ്ങിന്റെ അടുത്ത് വന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് കൊടുക്കാവോ എന്ന് ചോദിക്കും. അങ്ങനെ ടേങ് എല്ലാവരുടെയും ഫോട്ടോസ് ഒക്കെ എടുക്കും. അവൻ എന്നിട്ട് ക്ഷീണിച്ച് വന്നിരിക്കുമ്പോൾ ഫോൺ അടിക്കുന്നത് സൗണ്ട് വെക്കും. നോക്കുമ്പോൾ അവന്റെ അല്ല, ഹ്യൂജിന്റെ ഫോണാണ്. യൂസങ്ങാണ് വിളിക്കുന്നത്. അവനതും കൊണ്ട് അവളെ അന്വേഷിച്ച് പോകുമ്പോൾ ഹ്യൂജനും നെയ്ബർ പെൺകുട്ടി കൂടി സംസാരിക്കുന്നത് ഇവൻ കേൾക്കും. അപ്പൊ നിങ്ങൾ തമ്മിൽ റിലേഷൻ ഒന്നും ഇല്ലേ? ഞാൻ വിചാരിച്ചു കസിൻ ആയിരിക്കും അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. ഒന്നിച്ച് താമസിക്കുന്നത് കംഫർട്ടബിൾ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും അല്ല, ഞങ്ങൾ തമ്മിൽ എല്ലാ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ ഒരു മാസം കഴിയുമ്പോൾ താമസം മാറും. അത് കഴിയുമ്പോൾ കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് നോക്കേണ്ടതെന്നൊക്കെ ആണ് അവൾ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ അവന് ദേഷ്യവും സങ്കടവും വരും. ഒരു അറ്റാച്ച്മെന്റും ഇല്ലാത്ത കൂട്ടാണ് അവൾ സംസാരിക്കുന്നതെന്ന് അവന് തോന്നിയിട്ട് അവൻ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകും. ഫോണൊന്നും കൊടുക്കത്തില്ല. ഇവര് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ടേങ്ങിനെ അവിടെയൊന്നും കാണത്തില്ല. അപ്പം അവനെ അന്വേഷിച്ച് ഹ്യൂജിൻ പോകും. ഇവനാണെങ്കിൽ ഇവളെ കാണുമ്പോഴത്തേക്കിനും ദേഷ്യം പിടിച്ച് മുഖം വെറുപ്പിച്ച് തിരിഞ്ഞിരിക്കും. ഇവള് കൊണ്ടുവന്ന് മീച്ച് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. എനിക്ക് വേണ്ടാന്ന് ഇവൻ പറയും. പക്ഷെ ഇവളെ നിർബന്ധിച്ച് കഴിപ്പിക്കാനായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇവൻ പാത്രത്തിനിട്ട് തട്ടും. ഇതെല്ലാം കൂടി താഴെ പോകും. ഇത് കണ്ടിട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി എന്ത് മോശമായിട്ടാണ് ഇവൻ പെരുമാറുന്നതെന്ന് പറയുന്നുണ്ട്. സങ്കടം വന്നിട്ട് ഹ്യൂജിൻ അപ്പോളജൈസ് ചെയ്യും. ഇയാൾ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ തരാനായിട്ട് പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവള് സങ്കടത്തിൽ അവിടെ നിന്ന് പോകും. വഴക്കെല്ലാം പറഞ്ഞു തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവള് ടേങ്ങിനെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. ഇപ്പൊ വീണ്ടും അടുത്ത വഴക്കായി. അതിനെപ്പറ്റി ആലോചിച്ച് നോക്കുമ്പോൾ അവൾക്ക് യൂസങ്ങിന്റെ കോൾ വരും. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടില്ല, നോക്കാനായിട്ട് പറ്റിയില്ല എന്ന് പറയും. അപ്പൊ അവള് സംസാരിക്കുന്ന ഉടനെ പുറത്തെവിടെയോ ആണെന്ന് അവന് മനസ്സിലാവും. ക്ലയന്റ് തെറ്റിയിട്ട് മെയിൽ ഇവക്കാണ് അയച്ചു കൊടുത്തേക്കുന്നത്, അതൊന്ന് ഫോർവേഡ് ചെയ്യാൻ അവൻ പറയും. അവൾ അയച്ചു കൊടുക്കും. നോക്കുമ്പോൾ വേറെയും എന്തൊക്കെയോ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഫോർവേഡ് ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും ഇവന് കേൾക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അവിടെ കുറെ ആളുകൾ നിൽക്കുകയാണ്. അപ്പൊ ഇവൾ അവിടുന്ന് മാറി നിൽക്കും. അവള് പോയ വഴിയിലൂടെ എൻട്രി ചെയ്യരുതെന്നൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് താഴെ വീണ് കിടക്കുകയാണ്. ഇത് അവള് ശ്രദ്ധിക്കത്തില്ല. ഹ്യൂജിൻ പോയിട്ട് ഒരുപാട് നേരമായി, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നെയ്ബറിന് ടെൻഷനായിട്ട് ഇവന്റെ അടുത്ത് വന്ന് ചോദിക്കും ഒന്ന് പോയി നോക്കണ്ടേന്ന്. ഇയാൾ ഫോൺ ചെയ്ത് നോക്കിയാൽ പോരെ, ഹ്യൂജിൻ ഇങ്ങനെ തിരിച്ചു വന്നോളൂ എന്ന് അവൻ പറയും. ഞാൻ വിളിച്ചു നോക്കിയിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് ഉടനെ ഈ നെയ്ബർ പറയും. എന്നിട്ട് ഈ നെയ്ബർക്ക് ദേഷ്യം വരും. ഇയാൾ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? കുറച്ചും കൂടി നന്നായിട്ട് ഹ്യൂജിന്റെ അടുത്ത് പെരുമാറിക്കൂടെ? ആ കുട്ടി ഇയാളെ പറ്റി എത്ര നന്നായിട്ടാണ് എന്നോട് പറഞ്ഞതെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ സംസാരിച്ചത് ഞാൻ കേട്ടു എന്ന് പറയും. ഇയാൾ എന്ത് കേട്ടു എന്നാ പറയുന്നതെന്ന് ഉടനെ ഈ കുട്ടി തിരിച്ചു ചോദിക്കും. ഇവൻ പോകുന്നതിന് ശേഷം ഹ്യൂജിൻ അവനെ പറ്റി പറയുന്നുണ്ട്. ആദ്യമൊക്കെ അൺകംഫർട്ടബിൾ ആയിരുന്നു, പക്ഷെ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. മൂജുവിന്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ടാണ് നോക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല. ഒരു മാസം കഴിയുമ്പോഴത്തേക്കിനും വീട് മാറുമെന്ന് ആലോചിക്കുന്നുണ്ട്. എനിക്ക് സങ്കടം തോന്നുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങളെ പറ്റി ഓർക്കത്തില്ല, ഞങ്ങളെ കാണാൻ വരത്തില്ല എന്നൊക്കെ എനിക്കൊരു തോന്നലുണ്ടെന്നൊക്കെയാണ് ഹ്യൂജിൻ ഈ കുട്ടിയുടെ അടുത്ത് പറയുന്നത്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും ഇവനാകെ കുറ്റബോധം തോന്നും.
തേങ് ടെൻഷൻ അടിച്ച് അവിടെല്ലാം നോക്കി നടക്കും. അവസാനം അവളെ കണ്ടുകിട്ടും. അവളുടെ കാലൊക്കെ നല്ലതുപോലെ മുറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കായി പോയപ്പോൾ പേടിച്ചു പോയി. ഇയാളുടെ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് എത്ര ആശ്വാസം തോന്നിയെന്ന് അറിയാമോ എന്ന് യൂജിൻ ചോദിക്കുമ്പോൾ, ഈ ഒരു അവസ്ഥയിൽ ഇയാളുടെ ശത്രു ആണെങ്കിൽ പോലും ഇയാൾക്ക് ഇങ്ങനെ തന്നെയാകും തോന്നുക എന്നാണ് അവൻ മറുപടി പറയുന്നത്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ഒരു താങ്ക്സ് തിരിച്ചു പറയാൻ ഇത്ര ബുദ്ധിമുട്ടാണോ എന്ന് അവൾ ചോദിക്കും. അന്നേരത്തേക്ക് മഴ പെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ മഴയുള്ള ദിവസങ്ങൾ ഇഷ്ടമല്ല എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് മഴയുള്ള ദിവസങ്ങൾ ഇഷ്ടമല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾക്ക് ഇഷ്ടമുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് റീസൺ ആണ്. മഴയുള്ള ദിവസങ്ങളിൽ ചേച്ചി ഇയാളെ വിളിക്കാൻ വരുമെന്നല്ലേ പറഞ്ഞത്. എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ ഒരാളെ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു. പക്ഷെ ആ ആള് ഒരിക്കൽ പോലും എന്നെ കാണാനായിട്ട് വന്നില്ല. ഇയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചേച്ചിയുടെ ഹസ്ബൻഡിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇയാളുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് വിചാരിക്കുന്ന തൊട്ട് അത്ര നല്ല ആളൊന്നും അല്ലായിരുന്നു എന്ന് അവൻ പറയും. എപ്പോഴും പറ്റത്തില്ലെങ്കിലും ഇയാളുടെ കയ്യിൽ കുടയില്ലാത്തപ്പോൾ മഴ പെയ്യുന്ന ദിവസങ്ങളിൽ എന്നെ വിളിക്കുവാണെങ്കിൽ എനിക്ക് പറ്റുമ്പോഴെല്ലാം ഇനി മുതൽ ഞാൻ വന്ന് ഇയാളെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് ഹ്യൂജിൻ അവനടുത്ത് പറയും. അവനത് വളരെ ടച്ചിങ് ആയിട്ട് തോന്നും. ഹ്യൂജിന് നടക്കാൻ പറ്റാത്തത് കൊണ്ട് തേങ് അവളെ എടുത്തുകൊണ്ടാണ് തിരിച്ചു വരുന്നത്. നമുക്ക് ഫ്രണ്ട്സ് ആകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പറ്റത്തില്ല എന്ന് അവൻ പറയും. ഫാമിലി ആകാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതും പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എന്നെ എടുത്തോണ്ട് നടക്കണ്ടെന്ന് അവൾ പറയുമ്പം അവസാനം ഒരേ ഏജ് ആണല്ലോ, അതുകൊണ്ട് ഫ്രണ്ട്സിനെ പോലെ സംസാരിക്കാമെന്ന് അവൻ സമ്മതിക്കും. ഓവർനൈറ്റ് സ്റ്റേ പ്ലാൻ ചെയ്താണ് എല്ലാവരും കൂടി വരുന്നത്. ഹ്യൂജിന്റെ കാലെല്ലാം മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകും. ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് തേങ് പറയുമ്പോൾ അവൾ സമ്മതിക്കത്തില്ല. വീട്ടിലെത്തുമ്പോൾ അവളെ വെയിറ്റ് ചെയ്ത് യൂസങ് അവിടെ നിൽപ്പുണ്ടാവും. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കോള് പെട്ടെന്ന് ഡിസ്കണക്ട് ആയി. പിന്നീട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അതുകൊണ്ട് അന്വേഷിച്ചു വന്നതാണ് യൂസങ്. മേളിൽ ചെന്നിട്ട് തേങ് താഴേക്ക് നോക്കുന്നുണ്ട് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ. അവൻ അസൂയ തോന്നും. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കിനും രണ്ടുപേരും കൂടി കാല് പോകുന്നതാണ് അവൻ കാണുന്നത്. ഇൻഫെക്ഷൻ ആകാതെ നോക്കണം എന്ന് പറഞ്ഞിട്ട് യൂസങ് നിർബന്ധിച്ച് ഹ്യൂജിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. എന്നോട് താങ്ക്സ് പറയാനാണെങ്കിൽ അടുത്ത ദിവസം ഒരു ട്രീറ്റ് തന്നാൽ മതി എന്ന് അവൻ പറയും. അങ്ങനെ അവൾ സമ്മതിക്കും. പക്ഷെ വീക്കെൻഡ്സ് അവൾക്ക് ഊജുവിനെ നോക്കണം. അത് നന്നായി, എനിക്ക് ഊജുമായിട്ട് ക്ലോസ് ആവാമല്ലോ, ഊജുവിനെ ഇവിടെ കൊണ്ടുവന്നോളൂ എന്ന് അവൻ പറയും. തേങ് ഫാർമസിയിൽ പോയി ഹ്യൂജിന് വേണ്ടിയിട്ട് ബാൻഡേഡും മരുന്നൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അവൾ വരാൻ ലേറ്റ് ആവുന്നു എന്ന് കാണുമ്പോൾ ഇനി അവളും യൂസങ്ങും തമ്മിൽ ഡേറ്റ് ചെയ്യുവാണോ എന്ന് ഇവന് സംശയമുണ്ട്. ഹ്യൂജിൻ തിരിച്ചു വരുമ്പോഴത്തേക്കിനും എല്ലാം അടുക്കി കുഞ്ഞിനെ ഉറക്കി തേങ് കിടന്നിട്ടുണ്ടാവും. പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്നുണ്ടെ തലേദിവസത്തെ മഴ കാരണം അവന് ചെറുതായിട്ട് ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെല്ലുമ്പോൾ ഹ്യൂജിനും കുഞ്ഞും ഒരുങ്ങിയിരിക്കുകയാണ്. എവിടെയെങ്കിലും പോവാണോ എന്ന് ചോദിക്കുമ്പോൾ യൂസങ്ങിന്റെ കൂടെ ലഞ്ചിന് പോവാണ്, ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെല്ലാമെന്ന് സമ്മതിച്ചു. തന്നെയല്ല ഇന്ന് പോകുന്ന റെസ്റ്റോറന്റ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന പ്രൊപ്പോസലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതുകൊണ്ട് എനിക്കത് വർക്ക് റിലേറ്റഡും കൂടി ആണെന്ന് പറയും. അപ്പൊ നോക്കുമ്പോൾ ഇവര് വയ്യാന്ന് മനസ്സിലാവും. ഹോസ്പിറ്റലിൽ പോകണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് അവൻ പറയും. അവിടെ മരുന്ന് ഇരിപ്പുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിരിക്കുന്ന സ്ഥലമൊക്കെ എനിക്കറിയാം, ഇയാൾ പൊക്കോളാനായിട്ട് പറയും. ഇറങ്ങുന്നതിന് മുമ്പേ ഇയാൾക്ക് പനി കൂടുവാണെങ്കിൽ എന്നെ വിളിക്കണം, ഞാൻ അന്നേരം തന്നെ തിരിച്ചു വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ലഞ്ച് കഴിയുമ്പോൾ ഇറങ്ങാൻ പോകത്തില്ല, തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. തലേദിവസം ഹ്യൂജിനെയും തേങ്ങിനെയും ഒന്നിച്ച് കാണുമ്പോൾ അവരിപ്പോ നല്ല ക്ലോസ് ആണെന്ന് യൂസങ്ങിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം വരുമ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ട് ടോയ് ഒക്കെ വാങ്ങിയിട്ടാണ് യൂസങ് വരുന്നത്. തന്നെയല്ല കാറിൽ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ബേബി സീറ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ യൂസങ് പോപ്പുലർ ആയിരുന്നു. വാലന്റൈൻസ് ഡേക്ക് അവന് നിറയെ ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടുമായിരുന്നു. അതിനെപ്പറ്റിയൊക്കെ അവർ സംസാരിക്കും. യൂസങ്ങിന് ഒരു മാറ്റം വന്നിട്ടില്ല എന്നും അവൾ പറയും. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും അവർക്ക് വേണ്ടിയിട്ട് ഒരു വലിയ മീലാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്തതാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇവിടുത്തെ ഷെഫ് എൻ്റെ ഫ്രണ്ടാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് അവൻ പറയും. കുഞ്ഞിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് മീലൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ കുഞ്ഞിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ 7 വർഷം എന്ന് പറയുന്നത് ഒരു വലിയ കാലയളവാണല്ലേ, എനിക്ക് മാറ്റം ഇല്ലാന്ന് ഇയാൾ പറഞ്ഞെങ്കിലും ഇയാൾക്ക് നല്ലതുപോലെ മാറ്റം വന്നിട്ടുണ്ട്. ഞാനത് നെഗറ്റീവ് രീതിയിൽ പറഞ്ഞതല്ല, പോസിറ്റീവായിട്ടൊന്നും പറഞ്ഞതെന്ന് അവൻ പറയും. എന്നെ വീണ്ടും കണ്ടുമുട്ടിയ അന്ന് മുതൽ ഇയാൾ എന്നോട് ഓക്വേർഡായിട്ടാണ് പെരുമാറുന്നത്. ഇങ്ങനെ പോയ ടീംമേറ്റ്സ് ഒക്കെ ഇത് ശ്രദ്ധിക്കും. എനിക്ക് പഴയതുപോലെ റീകണക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് യൂസങ് ഹ്യൂജിന്റെ അടുത്ത് പറയും. ഉച്ചയ്ക്ക് തേങ്ങ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുമ്പോഴത്തേക്കും അവരാരും ഇല്ലാത്തത് കൊണ്ട് അവന് കഴിക്കാൻ തോന്നുന്നില്ല. അവനൊട്ടും വയ്യ. അന്നേരമാണ് നെയ്ബർ തലേദിവസം എടുത്ത ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കുന്നത്. ആ ഫോട്ടോസ് ഒക്കെ നോക്കുന്നുണ്ടേ എമിജു പറഞ്ഞ കാര്യം അവന് ഓർമ്മ വരും. ലെൻസ് ഒരിക്കലും കള്ളം പറയത്തില്ല, ലെൻസ് കൂടി നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത് നമ്മളുടെ ഇമോഷൻസ് ആണെന്ന് പറഞ്ഞത്. തേങ്ങിന്റെ പനി കൂടി വരും, അതുകൊണ്ട് തന്നെ ഹ്യൂജിൻ വിളിക്കുന്നത് അവൻ അറിയുന്നില്ല. ഇയാൾ ഓക്കെ ആണോ, പനി എങ്ങനെയുണ്ട്, കൂടിയോ, ഡോക്ടറിനെ കാണാൻ പോണോന്നൊക്കെ ഇവിടെ മെസ്സേജസ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്നും റിപ്ലൈ കാണാത്തത് കൊണ്ട് റെസ്റ്റ് റൂമിലേക്ക് പോകുമ്പോൾ ഹ്യൂജിൻ തേങ്ങിനെ വിളിച്ചു നോക്കും. പുറകെ വിളിച്ചിട്ടും അവൻ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. അവൾ വറീഡ് ആകാനായിട്ട് തുടങ്ങും. യൂസങ് ഈ സമയം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കഫേ എങ്ങാനും അടുത്തുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നോക്കി മനസ്സിലാക്കി വെക്കും. ഹ്യൂജിൻ വരുമ്പോഴത്തേക്കിനും ഇവിടെ അടുത്ത് നല്ല ഡെസേർട്ട് കിട്ടുന്ന ഒരു കഫേ ഉണ്ട്, അങ്ങോട്ടേക്ക് പോയാലോ എന്ന് ചോദിക്കും. അവൾ ഹെസിറ്റേറ്റ് ചെയ്യും. റീസൺ ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തേങ്ങിന് പനിയായിരുന്നു, അത് കൂടിയിട്ടുണ്ടാവുമോ എന്ന് ഞാൻ വറീഡാണ്, ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് അവൾ പറയും. രാത്രിയാകുമ്പോൾ തേങ്ങിന് പനി കൂടും.
അവൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ സ്വപ്നം കാണും. ഓർഫനേജിൽ താമസിക്കുമ്പോൾ സ്ഥിരം മഴ പെയ്യുന്ന ദിവസങ്ങളിൽ അവന് പനി വരുമായിരുന്നു. ആ കുട്ടി വെയിറ്റ് ചെയ്യുന്ന ആള് വരത്തില്ല എന്ന് അറിയുന്നത് കൊണ്ടാവാം മഴ പെയ്യുമ്പോഴെല്ലാം ആ കുട്ടിക്ക് പനി വരുന്നതെന്നൊക്കെ ഓർഫനേജിലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതൊക്കെ ഇവൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീണ്ടും സ്വപ്നം കണ്ടിട്ട് അവൻ ഞെട്ടി ഉണരും. നോക്കുമ്പോൾ ഹ്യൂജിൻ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. രാത്രി മുഴുവൻ അവന്റെ കൂടെ ഹ്യൂജിൻ ഉണ്ടാകുമെന്ന് അവന് മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോൾ അവളും ഉണരും. ഇയാൾക്ക് പനി കൂടുതലായിരുന്നു ഞാൻ വന്നപ്പോൾ, ഉണർന്നില്ലെങ്കിൽ ആംബുലൻസ് വിളിക്കാനായിട്ട് പോകുമായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്, കുറവുണ്ടോ, നമുക്ക് ഡോക്ടറിനെ കാണാൻ പോകണമെന്നൊക്കെ ഇവള് പുറകെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഇയാൾ തിരിച്ചു വരാൻ അത്രയും താമസിച്ചതെന്ന് അവൻ ചോദിക്കും. എനിക്ക് വെയിറ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, പക്ഷെ ഇയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഇയാളെ ഇഷ്ടമാണെന്ന് ജയം ഹ്യൂജിന്റെ അടുത്ത് പറയും.